നമസ്കാരം. ഞാൻ സണ്ണി പി എം, വെൽനസ് ഗുരു. മുട്ടുവേദനയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ വളരെയധികം ആളുകളെ കാണാം മുട്ടുവേദന നിമിത്തമായിട്ട് ആശുപത്രികളിലേക്ക് വളരെ ആശയോടുകൂടി അവരെ കടന്നു ചെല്ലുകയും നിരാശയോടുകൂടി തന്നെ മടങ്ങിപ്പോരുകയും ചെയ്യുന്നത്. എന്താണ് ഈ മുട്ടുവേദന? ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള് ഇവയൊക്കെയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ അമിതവണ്ണം, ഇങ്ങനെയുള്ളവർക്ക് മുട്ടുവേദന സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അവർക്കത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം മുട്ടിന് ഉള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് അത് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മുട്ടിനുള്ളിൽ ക്രിയ ചെയ്യുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മുടെ മുട്ടിന് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടാനായിട്ട് ഒരു ഗ്രീസി അറ്റ്മോസ്ഫിയർ മുട്ടിനുള്ളിൽ ഉണ്ടാകുകയാണ്. സാധാരണ വാഹനങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ ബെയറിങ്, എല്ലാ വാഹനത്തിനും ബെയറിങ് ഉണ്ട്. ആ ബെയറിങ് എവിടെയാണ് കിടക്കുക? ഗ്രീസിനുള്ളിലാണ്. ഗ്രീസ് ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അവിടെ ബെയറിങ് കിടക്കുകയും ഗ്രീസ് ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ബെയറിങ് പൊട്ടിപ്പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് സൈനോവിയൽ ഫ്ലൂയിഡ് മുട്ടിനുള്ളിൽ അല്ലെങ്കിൽ ജോയിൻസിനുള്ളിൽ ഇല്ലാതിരുന്നാൽ കാറ്റ്ലിയേജിന് പൊട്ടലുണ്ടാകുന്നു. ആ പൊട്ടൽ നിമിത്തമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയാണ്, റെഡ്നെസ് ഉണ്ടാകുകയാണ്, വീക്കമുണ്ടാകുകയാണ്, നീരുണ്ടാകുകയാണ്. ചിലപ്പോൾ മുട്ട് മടക്കുവാനോ നിവർത്തുവാനോ ഒന്നും കഴിയാത്ത ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഡോക്ടർമാർ പറയാറുള്ളത് ഇതിനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം വേദനയുമായി ചെല്ലുമ്പോൾ അവർ കൊടുക്കുന്നത് ഈ പെയിൻ കില്ലേഴ്സാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് പെയിൻ കില്ലറും ഏൽക്കാതെ വരും. അപ്പോൾ അവർ പറയും നമുക്ക് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ ചെയ്യാം. ഇത് അനേക രോഗികൾക്ക് ഭയമുളവാക്കുന്നതും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതുമായ ഒരു നിർദ്ദേശമാണ്. എന്നാൽ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആളുകളെ ആയിട്ടും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും തങ്ങൾക്ക് കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കണം, എന്ത് കാര്യത്തിൻ്റെയും കാരണമറിഞ്ഞ് കാരണത്തിന് പരിഹാരം കൊണ്ടുവരുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡ് കുറഞ്ഞാൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാകുവാനുള്ള മരുന്നാണ് കൊടുക്കേണ്ടത്. ഇന്ന് അലോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോയിലും സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാകുവാനുള്ള പ്രോഡക്ട്സ് ഏതാണ്?
ഇപ്പോൾ അലോപ്പതിയിൽ ഗ്ലൂക്കോസമിൻ എന്ന് പറഞ്ഞ് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഫലമൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാകുവാനുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് നമ്മൾ നൽകുന്നത്. ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് മുഖാന്തിരമായിട്ട് 6 മാസം കൊണ്ട് പരിപൂർണമായ സൗഖ്യമാണ് ലഭിക്കുന്നത്. ശസ്ത്രക്രിയ പറഞ്ഞിരുന്ന നിരവധി ആളുകൾക്ക് ശസ്ത്രക്രിയ ഇല്ലാതെ മുട്ടുവേദന മാറിയ അനുഭവമാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ കൂടി പോകുന്ന വ്യക്തികൾ, അതായത് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മുട്ടുവേദന ആരംഭിച്ചിട്ടേ ഉള്ളൂ, ചിലപ്പോൾ മുട്ടുവേദനയായിട്ട് 4 കൊല്ലം, 5 കൊല്ലം, 8 കൊല്ലം, 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം വരെ പഴക്കമുള്ളത് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തരുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് അത് നിങ്ങൾ കഴിച്ചിട്ട് 1 മാസം കഴിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ഞങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തരുന്ന സപ്ലിമെൻറ്റിൻ്റെ ആ ബോട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ MD തന്നെ, ഐ പേഴ്സണലി ഗ്യാരണ്ടഡ് യുവർ 100% സാറ്റിസ്ഫാക്ഷൻ. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, ഫുൾ എമൗണ്ട് വിൽ ബി റിട്ടേണബിൾ എന്ന് അവിടെ ഗ്യാരണ്ടി തരികയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ കടന്നു വരിക. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും, എത്ര ഗുരുതരമായിട്ടാണെങ്കിലും അത് പരിപൂർണമായിട്ടും 6 മാസം കൊണ്ട് പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാമെന്ന് ഞങ്ങൾ വാക്ക് തരികയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട്, ഈ ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ഞങ്ങൾ നൽകും. എല്ലാവർക്കും ഇതൊരാശ്വാസമായി മാറട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.